ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കേരള പാഠാവലിയാണ്. കേരള പാഠാവലിയിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, നടന്ന് പിന്നെ പറന്ന് എന്നുള്ള 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഉയരങ്ങളിലേക്കൊരു യാത്ര. ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇടുക്കിയുടെ താജ്മഹൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ ഫുൾ ചാപ്റ്ററാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. കഥ റീഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ചോദ്യോത്തരങ്ങൾ ചെയ്യുന്ന ക്ലാസ് ആണ്. അപ്പോൾ ക്ലാസ്സിന്റെ ലിങ്ക്, പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാഠം സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ ഉയരങ്ങളിലേക്കൊരു യാത്ര കേട്ടോ. ഒരു കഥയാണ്, ഒരു ചെറിയൊരു യാത്ര അല്ലെ, ഒരു യാത്രയാണ്. അപ്പോൾ ഒരു കത്തിന്റെ രൂപത്തിലാണ് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പാഠം ഉള്ളത് കേട്ടോ. അച്ഛൻ മകൻ എഴുതുന്ന കത്ത് അല്ലേ. അപ്പൊ റീഡ് ചെയ്യാം നമുക്ക് ആദ്യം. പ്രിയമുള്ള മകനെ, ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7000-ഓളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ. കയറിപ്പോന്നത് പഴനിയിൽ നിന്ന്, പഴനിയിൽ എത്തിയത് മധുരയിൽ നിന്നും. പഴനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്കുള്ള യാത്ര ഉദ്യോഗജനകമായിരുന്നു. അടുക്കായി മലകൾ, മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞ് ചുറ്റിക്കയറുന്ന മലപ്പാത, മലപ്പാതകൾക്ക് തൊട്ടുതാഴെ ചെങ്കുത്തായ താഴ്വരകളും കൊല്ലികളും. അപ്പോ അച്ഛൻ മകനോട് പറയുകയാണ് അല്ലേ, എങ്ങോട്ടാണ് അച്ഛൻ യാത്ര തിരിച്ചിരിക്കുന്നത്? ഇപ്പോ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? കൊടൈക്കനാലിൽ. അപ്പൊ എവിടെ നിന്നാണ് കയറിപ്പോന്നത്? എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? പഴനിന്നായിരുന്നു. അങ്ങനെ പഴനിയിൽ എത്തിയത് എവിടെ നിന്നായിരുന്നു? മധുര. അപ്പൊ ഒരു മധുരയിൽ നിന്നാണ്. അപ്പൊ ഒരു യാത്രയാണ് അല്ലെ, ഉടനീളം ഒരു യാത്രയാണ്. അങ്ങനെ അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് കൊടൈക്കനാലിലാണ്. ബസ്സിലാണ് യാത്ര. ഈ മലമുകളിലേക്ക് തീവണ്ടി ഇല്ല. ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ്. അവിടെ നിന്നും 75 കിലോമീറ്റർ അകലെയാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം. ബസ് ചുരം കയറി തുടങ്ങി. ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടികളും യൂക്കാലിപ്റ്റ് മരങ്ങളും. ഇവയ്ക്കിടയിലൂടെ സ്ഫടിക ജലം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ. താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ. പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ. വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റ കൂടുകൾ പോലെ, അല്ലെങ്കിൽ ചിതൽപുറ്റുകൾ പോലെ. അപ്പോൾ ഇതൊരു എന്താണ്, ഒരു യാത്രാനുഭവമാണ് അല്ലെ, അച്ഛൻ്റെ ഒരു യാത്രാനുഭവമാണ്. ആ യാത്രയിൽ കാണുന്ന കാഴ്ചകൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, മകനോട് പറയുകയാണ് അല്ലെ. ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിൽ ഇരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി. ആകാശത്തേക്ക് ഉയരുകയാണെന്നും ഒരു വിമാനയാത്ര കണക്കെ. ബസ്സിൽ കണ്ണാടിപ്പലകയുള്ള ജനലരികെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായി കാണാം. അതുപോലെ എന്താ പറയുക, അതായത് ബസ്സിലാണ് അച്ഛൻ്റെ യാത്ര അല്ലെ. അപ്പൊ ജനലോരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവുകയാണ്. തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിട പിഴച്ചാൽ പൊടി പോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു. ഭയം എന്നെ നിശേഷം കീഴടക്കി. യാത്രക്കാരിൽ പലരും നേരമ്പോക്ക് പറയുകയും കുടുംബകാര്യം ചർച്ച ചെയ്യുകയുമാണ്. മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ്. അവർ വാതോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു. അകലെ എങ്ങോ പാറക്കൂട്ടങ്ങൾക്ക് ഇടയിലൂടെ ഒഴുകിത്താഴുന്ന നീരൊഴുക്കിന്റെ മന്ത്രമധുരമായ സംഗീതം. മരക്കൊമ്പുകളിൽ ചിലങ്ക കിളിക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം. ഇത് രണ്ടും മാത്രമാണ് ബസ്സിന്റെ ഇരമ്പലിനൊപ്പം ഉരസി ഒഴുകുന്ന വേറെ ശബ്ദങ്ങൾ. നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞു വീണു തുടങ്ങി. തണുപ്പിന് കനം വെച്ചു. പാടത്തെ നെല്ലോലകളിൽ തൊടികളിലും ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെ കുറിച്ചുള്ള നിന്റെ സങ്കല്പം. എന്നാൽ ഇവിടെ അതല്ല. തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയുന്ന പക്ഷികളെ പോലെ ചിറകു വെച്ചടുക്കുന്നു. കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റിപ്പറക്കുന്നു. മുന്നിൽ പിന്നിൽ മീതെ കീഴെ ബസ്സിന് ചുറ്റും മഞ്ഞിന്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ബസ് ഒഴുകുകയാണെന്ന് പ്രതീതിയുളവായി. ഏതോ സ്വപ്ന ലോകത്തിലൂടെ സഞ്ചരിക്കുകയാണെന്നും തോന്നി. മുന്നിലെ വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് ബസ് നീങ്ങുന്നത്. ഒരു കൊച്ചു വീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ. മഞ്ഞിന്റെ കണ്ണാടിപ്പലകം മുഖം മറച്ചു നിൽക്കുന്നു. കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസ്സിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടടുപ്പിക്കുന്നു. തണുപ്പാണെങ്കിൽ അസഹ്യം.
എന്താ അസഹ്യം വെച്ചെന്താ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് അല്ലെ. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. ബസ് കൊടൈക്കനാൽ എത്തി. അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞുകൊണ്ടിരുന്നു. ശൈത്യം വെച്ച തണുപ്പ് കാലം അല്ലെ. അതായത് അത്രയും തണുപ്പാണ് കേട്ടോ. മേലേക്ക് മലമുകളിലോട്ട് കയറും തോറും എന്താണ് കൂടുതൽ കൂടുതൽ തണുപ്പ് ഏറി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വരെ നോക്കൂ, രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വെച്ചാൽ സമയം എന്തായിക്കൊണ്ടിരിക്കുകയാണ്, രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയണത് കേട്ടോ. അതാണ് ഇവിടെ പറയണത്. ഇത് ആരെഴുതിയതാണ്? കഥയുറങ്ങുന്ന വഴിയിലൂടെ എന്നാണ് ഫുള്ളായിട്ടുള്ള കഥയുടെ പേരെന്ന് പറയണത്. ആരെഴുതിയതാ? കെ തായാട്ടാണ് കേട്ടോ. എഴുതിയ കഥാകൃത്തിന്റെ പേരെന്ന് പറയുന്നത് കെ തായാട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇതൊരു യാത്രാ വിവരണമാണ് അല്ലേ. അതായത് അച്ഛൻ മകനോട് പറയുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു യാത്രാ വിവരണമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തൂ, നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കണം. അതായത് ഇവിടെ എഴുതും കൂടെ ചെയ്യണം. അതായത് നമ്മളെ പാഠത്തിൽ ഒരുപാട് ന്യൂ വേർഡ്സ് ഉണ്ട്, അത് കണ്ടെത്തിയിട്ട് അത് എഴുതിയിട്ട് അതിന്റെ അർത്ഥം കൂടെ എഴുതുക കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് അവിടെ തന്നെ അർത്ഥം കാണിക്കാതിരുന്നത്. ഇങ്ങനെ ചോദ്യം വരുന്നത് കൊണ്ടാണ്. ഹരിതാപം എന്ന് വെച്ചാൽ പച്ചപ്പ്, അനായാസം വെച്ചാൽ ആയാസം, അത് ആയാസം കൂടാതെ എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടൊന്നും കൂടാതെ. നൂലിട നൂൽ പറഞ്ഞാൽ കടക്കാനുള്ള വിടവ്. അഗാധത പറഞ്ഞാൽ ആഴം. നിശേഷം വെച്ചാൽ ബാക്കി വെക്കാതെ. നിത്യവേല വെച്ചാൽ എന്താ, നിത്യവും ദിവസവും ചെയ്യുന്ന ജോലി. വിദൂര വീക്ഷണം വെച്ചാൽ വളരെ വിദൂരക്കുള്ളൊരു നോട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്കിൽ തെളിയും ചിത്രങ്ങൾ. മലയാളത്തിന്റെ പ്രശസ്ത സഞ്ചാര സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത്. എങ്ങനെ? തടികൾ അടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ, കാറ്റു നിറച്ച തോൽ സഞ്ചികൾ പോലെ ഹിപ്പോകൾ. ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. ഉദാഹരണം, കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ. ഇതുപോലെ വർണ്ണിച്ചെഴുതിയിരിക്കുന്ന വരികളാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ എന്തൊക്കെ എഴുതാം? ബസ്സിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടടിപ്പിക്കുന്നു. ഒട്ടിപ്പിടിച്ച കൂറ്റൻ അട്ടകളെ പോലെ ശൈത്യം കടിച്ചു കീറുന്നു. പിന്നെയോ, തൂവെള്ള നിറമൂലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയണ പക്ഷികളെ പോലെ ചിറക് വെച്ചടുക്കുന്നു അല്ലെ. കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാൻ പറ്റുന്ന വാക്യങ്ങളാണ് ഈ പാഠഭാഗത്തില്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കത്തെഴുതാം. സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാ വിവരണങ്ങൾ എടുത്ത് വായിക്കുക. അവയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് എഴുതൂ എന്നാ പറയുന്നത് കേട്ടോ. അതായത് ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം വായിച്ചതിന് ശേഷം ഒരു യാത്രാ വിവരണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണം വായിച്ച ശേഷം അതിനെക്കുറിച്ച് പറയുന്ന, അത് പരിചയപ്പെടുത്തുന്ന, നമ്മളിപ്പോൾ പാഠത്തിൽ വായിച്ച പോലെ ഒരു യാത്രാ വിവരണം അല്ലേ, ഇതുപോലെ നിങ്ങൾ കണ്ടെത്തി വായിച്ച ഒരു യാത്രാ വിവരണം സുഹൃത്തിന് പരിചയപ്പെടുത്തുന്ന പോലെ അവർക്ക് എന്ത് ചെയ്യുക, ഒരു കത്ത് എഴുതാൻ. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛന്റെ ഇതൊരു യാത്രാ വിവരണമാണ്. പക്ഷെ അത് എങ്ങനെയാണ് നമ്മുടെ പാഠം, ഒരു കത്തിന്റെ രൂപത്തിലാണ് അല്ലെ. മകന് ആ യാത്രാ വിവരണം പരിചയപ്പെടുത്തി കൊടുക്കുന്ന പോലെ അച്ഛൻ മകൻ എഴുതുന്ന കത്താണ്. അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്താണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എന്തെഴുതാം? പ്രിയപ്പെട്ട ഹിമ. അപ്പൊ ഇതൊരു കുട്ടി എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. പ്രിയപ്പെട്ട ഹിമ, നിനക്ക് സുഖമാണോ? നീ സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇന്നലെ എസ്.കെ. പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന യാത്രാ വിവരണം വായിക്കാൻ ഇടയായി. യാത്രാ വിവരണം വായിക്കുകയുണ്ടായി. വായിക്കാൻ ഇടയായി, ഈ സെന്റൻസ് മതിയെ. വായിക്കാൻ ഇടയായി കേട്ടോ. ഇടയായി ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇവിടെ പാതിരാ സൂര്യൻ നാട്ടിൽ എന്ന യാത്രാ വിവരണം വായിക്കാൻ ഇടയായി. അപ്പൊ ഈ ഒരു സെന്റൻസ് ആവശ്യമില്ല. യാത്രാ വിവരണം വായിക്കുകയുണ്ടായി എന്നുള്ളത് ആ അനുഭവം നീയുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ പലതും അവിശ്വസനീയമായി തോന്നി. അദ്ദേഹത്തോടൊപ്പം ആ എഴുത്തിലൂടെ ഞാനും എല്ലാ കാഴ്ചകളും കാണുന്നത് പോലെ എനിക്ക് തോന്നി. നീ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും വായിക്കണം. പുസ്തകത്തെ കുറിച്ചുള്ള നിന്റെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹപൂർവ്വം അനഘ. അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു കത്താണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കി എഴുതാം. നിങ്ങൾ ആ പുസ്തകം വായിച്ചതിന് ശേഷം അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, സജസ്റ്റ് ചെയ്യണം അല്ലെ. അതായത് ആ ഒരു യാത്ര വിവരണം കുട്ടിക്ക് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മളത് വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ബുക്കിന്റെ പേര് മാത്രം പറയുന്നത്.
അപ്പൊ അപ്പോഴാണല്ലോ അത് ശരിക്കും അല്ലെങ്കിൽ ഫുൾ നമ്മൾ ആ ബുക്കിലുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിക്കാനുള്ള ഒരു ത്രില്ല് പോകും അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ചുരുക്കി എഴുതിയിരിക്കുന്നത്. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയൊരു കത്താണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ എന്ത് എഴുതാം, ആ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഴുതാതെ അതിലുള്ള മെയിൻ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ എഴുതി ചേർക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുമിച്ച് പാടാം. തീവണ്ടിപ്പാട്ട്. കുതിച്ചു പായും തീവണ്ടി കിതച്ചു നിന്നൊരു കൊടി കണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിൽ ഒന്നിൽ രസമുണ്ട്. ഇടയ്ക്ക് ചൂളം വിളിയുണ്ട് പിടച്ചിലുള്ളിൽ പലതുണ്ട്. വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട്. ഒരു കൂട്ടുകാരന്റെ ആദ്യ തീവണ്ടി യാത്രയെ കുറിച്ചാണ് ഈ പാട്ട്. നിങ്ങൾ നടത്തിയ തീവണ്ടി, ബസ്, വിമാനയാത്രകളിൽ ജലയാത്രയുമാവാം. കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കൂ. അതായത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു പാട്ടാണ് അല്ലേ, തീവണ്ടിയിൽ യാത്ര പോയിട്ടുള്ള തീവണ്ടി പാട്ടാണ്. ഇതുപോലെ നിങ്ങൾ പോയ യാത്രയെ എന്താക്കാനാണ് പറയുന്നത്, ഒരു കാഴ്ചയാക്കിയോ അല്ലെങ്കിൽ ഒരു ചിത്രമായി വരച്ചോ അല്ലെങ്കിൽ ഒരു കവിതയോ വർണ്ണനയോ ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയൊരു വർണ്ണനയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എൻ്റെ ആദ്യത്തെ തീവണ്ടി യാത്ര ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം അവധിക്കാലത്ത് എൻ്റെ മുത്തശ്ശിയുടെ വീട്ടിൽ പോവുകയായിരുന്നു. ആദ്യമായി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അവിടുത്തെ തിരക്കാണ്. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലിരുന്ന് യാത്ര തുടങ്ങിയപ്പോൾ ജനലിലൂടെ കണ്ട കാഴ്ചകൾ എന്നെ ഒരുപാട് ആകർഷിച്ചു. ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ പാടങ്ങളും അതുപോലെ തന്നെ തീവണ്ടി ഓടുമ്പോൾ പുറത്തുള്ള എല്ലാ വസ്തുക്കളും കൂടെ ഓടുന്നത് പോലെ എനിക്ക് തോന്നി. തമിഴ്നാട്ടിലേക്കായിരുന്നു എൻ്റെ യാത്ര. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് കൃഷിയിടങ്ങളും അതുപോലെ തന്നെ കാറ്റാടിപ്പാടങ്ങളുമാണ്. കാറ്റാടിപ്പാടങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. കൂറ്റൻ കാറ്റാടിപ്പാടങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. തീവണ്ടിയുടെ ജനലിനടുത്തുള്ള സീറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്. പുറത്ത് ഒരുപാട് ചെറിയ വീടുകൾ, വലിയ മരങ്ങൾ എല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ വേഗത്തിൽ കടന്നുപോയി. തീവണ്ടിയുടെ ശബ്ദം ഒരു താരാട്ട് പാട്ട് പോലെ എനിക്ക് തോന്നി. വഴിയരികിൽ ചെറിയ സ്റ്റേഷനുകളിൽ തീവണ്ടി നിർത്തുമ്പോൾ പലതരം സാധനങ്ങൾ വിൽക്കുന്നവരെ കണ്ടു. ചൂട് ചായ, പലഹാരങ്ങൾ, കളിപ്പാട്ടങ്ങൾ എല്ലാം വളരെ രസകരമായിരുന്നു. എൻ്റെ ആദ്യ തീവണ്ടി യാത്ര ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചു. അതെനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ യാത്ര ഒന്നെങ്കിൽ വർണ്ണനയായി എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിത്രമായി വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു കവിതയായി ഒരു പാട്ടായിട്ട് എഴുതാം. അങ്ങനെ എന്ത് ചെയ്യാൻ, അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പാഠത്തിൽ നമ്മൾ ഫുൾ ചാപ്റ്ററോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു, മൂന്നാമത്തെ യൂണിറ്റിൽ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ തേർഡ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കാണുക. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.